സർക്കാരിൽ മാത്രമല്ല സ്വന്തം പാർട്ടിയിലും നരേന്ദ്രമോദിക്ക് അപ്രമാദിത്വം നഷ്ടമായിരിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മറ്റാരേക്കാളും ഏറെ നിർണായകമായിരുന്നത് മോദിക്ക് തന്നെയാണ്. 400 സീറ്റ് കുറഞ്ഞത് 350 സീറ്റെങ്കിലും പിടിച്ചിരുന്നുവെങ്കിൽ പാർട്ടിക്കും മുകളിലേക്ക് വളരുന്ന മോദിയെ കാണാമായിരുന്നു. എന്നാൽ കാത്തിരുന്നത് കനത്ത തോൽവിയാണ്. കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതെ 240 സീറ്റിലേക്ക് BJP തളർന്നു വീണു. മോദിയുടെ തോൽവിയോടെ അല്പം അകന്നു നിന്ന RSS BJPക്ക് മുകളിൽ പിടിമുറുക്കിയിരിക്കുകയാണിപ്പോൾ. RSSന്റെ സഹായമില്ലാതെ ഇനി മുന്നോട്ട് പോകാനുള്ള ശക്തി BJPക്കുണ്ടെന്ന ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയുടെ പരാമർശവും RSSനെ കട്ടക്കലിപ്പിലേക്ക് വഴിമാറ്റി. ഇതോടെ മോദിയെ തളർത്താനും മൂക്ക് കയറിടാനും RSS തീരുമാനിക്കുകയായിരുന്നു. അതിന് RSS നിയോഗിക്കുന്നത് മധ്യപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയും തലമുതിർന്ന നേതാവുമായ ശിവരാജ് ചൗഹാനെയാണ്. ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശിവരാജ് ചൗഹാൻ BJPയുടെ ദേശീയ പ്രസിഡന്റായി എത്തുവാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചൗഹാൻ RSSന്റെ ഓമനപുത്രനാണ്. എന്നാൽ നരേന്ദ്രമോദി ശിവരാജ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി മൂലക്കിരുത്തി. RSS വെറുതെ ഇരുന്നില്ല. ലോക്സഭാ ടിക്കറ്റ് നൽകി മധ്യപ്രദേശിൽ നിന്ന് വിജയിപ്പിക്കുകയും ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുന്നു. അതേ ചൗഹാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലപ്പത്തെത്തിക്കുകയാണ് RSS ചെയ്യുന്നത്. BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്നാൽ രാജ്യത്തെ BJPയിൽ ഒന്നാമനാണ്. പ്രധാനമന്ത്രി പോലും അതിന് താഴെയേ വരികയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെ BJP ദേശീയ അധ്യക്ഷന്മാരെ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ കീഴിൽ ഏറാൻ മൂളിയായി നിൽക്കുന്ന നേതാക്കന്മാരായിരുന്നു ആ പദവിയിൽ ഉണ്ടായിരുന്നത്. നിലവിലെ പ്രസിഡന്റ് JP നഡ്ഡ വരെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നും മോദിയുടെ എതിർചേരിയിൽ നിന്നിട്ടുള്ള നേതാവാണ് ചൗഹാൻ എന്ന് പറയുന്നത്. മോദിയേക്കാൾ സീനിയർ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും ഏറെക്കുറെ ഒരുമിച്ച് തന്നെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയവരാണ്. മോദി അവിടെ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവിയിലേക്ക് നടന്നു കയറിയപ്പോൾ ചൗഹാൻ മധ്യപ്രദേശിൽ തന്നെ പതിറ്റാണ്ടുകളോളം തുടർന്നു. 2023 നവംബറിൽ മധ്യപ്രദേശിൽ BJPയെ തിളക്കമാർന്ന വിജയത്തിലേക്ക് നയിച്ച ചൗഹാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർച്ചയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഏവരെയും അമ്പരപ്പിക്കുന്ന തീരുമാനമാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം കൈക്കൊണ്ടത്. ഉജ്ജയിനിൽ നിന്നുള്ള MLAയും ചൗഹാനേക്കാൾ ഏറെ ജൂനിയറുമായ മോഹൻ യാദവിനെ സംസ്ഥാന ഭരണം നിയന്ത്രിക്കാൻ നിയോഗിക്കുകയായിരുന്നു മോദി. അധികാര കൈമാറ്റത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ലെങ്കിലും തൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാകുമെന്ന് മനസ്സിലാക്കിയ ചൗഹാൻ RSSൽ അഭയം പ്രാപിച്ചതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ മധ്യപ്രദേശ് നിർണായകമാണെന്ന് മനസ്സിലാക്കിയ BJP കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടെ കീഴടങ്ങി. മധ്യപ്രദേശിൽ നേരിട്ടെത്തിയാണ് മോദി ചൗഹാനെ ഒഴിവാക്കിയതല്ല, മറിച്ച് കൂടുതൽ വലിയ ചുമതലകൾ ഏൽപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ഹാർദയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ വീണ്ടും അക്കാര്യം ആവർത്തിച്ചു പറഞ്ഞ മോദി വിദിഷ സീറ്റിൽ നിന്ന് ചൗഹാൻ ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതോടെയാണ് RSS മയപ്പെട്ടത്. വിദിഷയിൽ നിന്ന് 8 ലക്ഷത്തിലധികം വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ചൗഹാൻ വിജയിച്ചു കയറിയതോടെ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു പ്രമുഖ സ്ഥാനം ഉറപ്പായിരുന്നു. മോദിയും BJPയും പ്രതീക്ഷിച്ച പോലെ വലിയ ജയം BJPക്ക് ലഭിക്കാതെ പോകുകയും 10 വർഷത്തിന് ശേഷം രാജ്യം കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് നീങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ ചൗഹാനെ പിണക്കാതെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമാണെന്ന് മോദി തിരിച്ചറിഞ്ഞു. ചൗഹാനും ഇതൊരു മധുര പ്രതികാരത്തിനുള്ള അവസരമാണ്. 2 പതിറ്റാണ്ടിനടുത്ത് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയും പാർട്ടിയെ മികച്ച ജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടും വളരെ ജൂനിയറായ ഒരാൾക്ക് വേണ്ടി തന്നെ ഒരു സുപ്രഭാതത്തിൽ തഴഞ്ഞ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വീണ്ടും പഴയ തലയെടുപ്പോടെ നിൽക്കാൻ ചൗഹാന് സാധിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ വനവാസം സ്വീകരിക്കാൻ ഒരുങ്ങിയെടുത്ത് നിന്ന് ശത്രുക്കളുടെ മുന്നിലൂടെ ചൗഹാൻ BJPയുടെ തലപ്പത്തേക്ക് നടന്നു കയറുമ്പോൾ സ്വീകരിക്കാതെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മറ്റു പോംവഴികളില്ല എന്നുള്ളതാണ് സത്യം.